ഇന്ന് വരെ നീതിരഹിതമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. നീതിദേവത അനുഗ്രഹിക്കുമായിരിക്കും. എന്തു പറ്റി അപ്പേ? തലവേദനയാ മോനെ. അപ്പേ നാളെ ഫീസ് കൊടുക്കണ്ടേ? ഇതാ അടുത്ത തലവേദന. അപ്പേ ഞാൻ പോവാം. മോളവിടെ നിന്നേ. നിന്റെ കയ്യിൽ കിടന്ന വളയുന്നേ? അത് അമ്മ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഒരു അത്യാവശ്യം വന്നപ്പോ പണയം വെക്കാൻ കൊടുത്തു. എന്റെ കൊച്ചേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ മാതാപിതാക്കളോട് ചോദിക്കണ്ടേ? ചോദിച്ചായിരുന്നു. ആരോട്? കൊള്ളാം, അപ്പന്റെ മോള് തന്നെ. അതാണ്. മോനെ ഫീസ് അപ്പൊ എങ്ങനെയെങ്കിലും സംഘടിപ്പിക്കാട്ടാ. പിന്നെ അടിയനങ്ങോട്ട്. ഓ ആയിക്കോട്ടെ. എങ്ങനെയാ പൈസ സംഘടിപ്പിക്കുന്നത്? ഇനി സ്വർണ്ണമായിട്ട് ഇത് മാത്രമേ ഉള്ളൂ. അത് ഞാൻ തരികയില്ല. അടുത്ത മാസം എടുത്ത് തരാടി. മണിയേട്ടാ, നിങ്ങളെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല. ജീവിതത്തിൽ കുറച്ച് ഉത്തരവാദിത്തമൊക്കെ ഉള്ളത് നല്ലതാ. അതിനിപ്പോ ഞാനെന്ത് ചെയ്തടി? കക്ഷികളോട് ഫീസ് മേടിക്കണം. എടി, എൻ്റെ അടുത്ത് വരുന്ന മിക്കവരും പാവപ്പെട്ടവരാ. അവരോട് ഞാൻ എങ്ങനെയാ? ഞാനൊന്നും പറയുന്നില്ല. മണിയേട്ടന് ഇഷ്ടമുള്ളത് ചെയ്തോ. എടി, ഒരു വണ്ടി വന്നിരിക്കുന്നു. ആരാ നോക്കിയേ? ദൈവമേ, പൈസ കൊടുക്കാനുള്ള ആരെങ്കിലും അയക്കുമോ? മണിയേട്ടാ, ഒന്നിങ്ങ് വന്നേ.